ശബരിമല സന്നിധാനത്തെ ബാങ്കുകൾ വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും ഈ കഴിഞ്ഞ മണ്ഡലകാലത്ത് നടന്നത് കോടികളുടെ ഇടപാടുകളാണെന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് പറയുന്നു. മേൽശാന്തിമാരും കീഴ്ശാന്തിമാരും തങ്ങൾക്ക് ലഭിച്ച പണമെല്ലാം ദക്ഷിണ ആണെന്നാണ് അവകാശപ്പെടുന്നത്. സമാനമായ രീതിയിൽ ബാങ്ക് നിക്ഷേപം നടത്തിയ ദേവസ്വം ജീവനക്കാരും ദിവസക്കൂലിക്കാരും കുടുങ്ങാനും സാധ്യതയുണ്ട്. ഹൈക്കോടതി നിലപാട് കടുപ്പിക്കുന്നതോടെ സന്നിധാനത്തെ ഭക്തരെ ചൂഷണം ചെയ്യുന്ന ഇപ്പോഴത്തെ രീതിക്ക് അവസാനമാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സന്നിധാനത്ത് ബ്രാഞ്ചുകളുള്ള SBI, ധനലക്ഷ്മി ബാങ്ക് എന്നിവ വഴിയാണ് പ്രധാനമായും ഈ ഇടപാടുകൾ നടന്നത്. കൈക്കൂലിയായും കിമ്പളമായും മോഷണം വഴിയും ലഭിച്ച പണം സ്വന്തം അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ച ജീവനക്കാരാണ് ഇപ്പോൾ വിജിലൻസിന്റെ നിരീക്ഷണത്തിലുള്ളത്. ധനലക്ഷ്മി ബാങ്കിൽ 941 ഇടപാടുകളിലായി 11.5 കോടി രൂപയാണ് നിക്ഷേപിക്കപ്പെട്ടത്. മേൽശാന്തി, ശാന്തിമാർ, ദിവസക്കൂലിക്കാർ, കുത്തക പാട്ടക്കാർ എന്നിവരുടെ 18 അക്കൗണ്ടുകളിലേക്കാണ് ഈ തുക എത്തിയത്. ഈ കാലയളവിൽ 1667 ഇടപാടുകളുടെ 8 കോടിയിൽ കൂടുതൽ രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസ് വഴി 14 ലക്ഷം രൂപയുടെ മണി ഓർഡറുകളാണ് അയക്കപ്പെട്ടത്. ദിവസക്കൂലിക്കാരും ശുചീകരണ തൊഴിലാളികളുമാണ് ഇത് അയച്ചിട്ടുള്ളത്. മാളികപ്പുറം മേൽശാന്തി 1.5 മാസത്തിനിടെ 46.51 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു. ഇത് ഭക്തർ നൽകിയ ദക്ഷിണ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഭക്തർ കൊണ്ടുവരുന്ന പൂജാ സാമഗ്രികളിലെ പണം കവരുക, നെയ്യഭിഷേകത്തിന് സഹായിക്കുന്നതിന്റെ പേരിൽ പണം വാങ്ങുക, ഭണ്ഡാരം തുറക്കുമ്പോൾ താഴെ വീഴുന്ന പണം എടുക്കുക തുടങ്ങിയ ഗുരുതരമായ കണ്ടെത്തലുകളാണ് വിജിലൻസ് റിപ്പോർട്ടിലുള്ളത്. മറ്റൊരു തട്ടിപ്പായ ആടിയ ശിഷ്ടം നെയ് വിൽപ്പന നടത്തിയ കേസിലെ പ്രതികളും ഈ നിക്ഷേപകരുടെ പട്ടികയിലുണ്ട്. കൂടാതെ ക്ഷേത്രത്തിലെ ജോലിക്കിടയിൽ അവിടെ ലോട്ടറി വിൽക്കുന്ന ജീവനക്കാരും സന്നിധാനത്തിലുണ്ട്. ദേവസ്വം ബോർഡ് നൽകുന്ന ശമ്പളവും ദക്ഷിണയും വെച്ച് നോക്കുമ്പോൾ ഇത്രയും വലിയ തുകകൾ ബാങ്കുകളിൽ എത്തുന്നത് അസാധാരണമാണെന്ന് വിജിലൻസ് ചൂണ്ടിക്കാണിക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ സ്ഥിരം ജീവനക്കാരും ദിവസ വേതനക്കാരും വരെ ലക്ഷക്കണക്കിന് രൂപയാണ് അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നത്. സന്നിധാനത്തെ ബാങ്ക് വിവരങ്ങൾ നൽകാൻ കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇങ്ങനെ കട്ടും കൈക്കൂലും മേടിച്ചും സന്നിധാനത്തെ ബാങ്കുകളിൽ ഇത്രയും വലിയ നിക്ഷേപങ്ങൾ നടക്കുമ്പോൾ തന്നെ അവിടെ കഠിനമായി ജോലി ചെയ്യുന്ന ശുചീകരണ തൊഴിലാളികൾക്ക് അർഹമായ വേതനം നൽകുന്നില്ല എന്ന വസ്തുതയും ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇവർക്ക് നൽകി വരുന്ന തുച്ഛമായ വേതനം പോലും കൃത്യമായി ലഭിക്കുന്നില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടണമെന്നും തൊഴിലാളികൾക്ക് കൃത്യമായ ശമ്പളം ഉറപ്പാക്കണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ ആളുകൾ പറഞ്ഞിരുന്നത് RT ഓഫീസിൽ ഒരു പ്യൂണിന്റെ ജോലി കിട്ടിയാൽ മതി, ഒരു ജില്ലാ കളക്ടർക്ക് മാസം കിട്ടുന്ന സാലറിയേക്കാൾ കൂടുതൽ അവിടെ നിന്നും ഉണ്ടാക്കാം എന്നൊക്കെയായിരുന്നു. ഇപ്പോൾ എത്ര പണം മുടക്കിയായാലും ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളിൽ ജോലിക്ക് കയറാനാണ് ആളുകൾക്ക് താല്പര്യം. തന്ത്രി ആയാലും അരവണ വിൽക്കാൻ നിന്നാലും അല്ലെങ്കിൽ അവിടെ പോയി വെറുതെ നിന്നാൽ പോലും ലക്ഷങ്ങൾ ഉണ്ടാക്കാം. ഭക്തി മൂത്ത് വിവേകം നഷ്ടപ്പെട്ട ആളുകളെ പറ്റിക്കാനും വളരെ എളുപ്പമാണ്.